സത്യസന്ധതയെ ഇത്രമാത്രം വിലമതിക്കുന്ന പഠനങ്ങളും മതവും എനിക്കറിയണം. ഇതൊരു ക്ഷണമായിരുന്നു. ക്ഷണിച്ചത് മുഗൾ രാജാവായിരുന്ന അക്ബർ. 1576 ബംഗാളിലെത്തിയ 2 ഈശോസഭാ വൈദികരാണ് ഫാദർ ആൻ്റണി വാസും പീറ്റർ ഡിയാസും. ഒരിക്കൽ നികുതി അടയ്ക്കുന്നില്ല എന്ന് കണ്ട പോർച്ചുഗീസ് കച്ചവടക്കാരെ അവർ തിരുത്തി. ഇതിൽ കൗതുകവും ആകർഷണവും തോന്നി ചക്രവർത്തി സുവിശേഷം പഠിക്കാനും ക്രൈസ്തവ മൂല്യങ്ങൾ അറിയാനും 2 വൈദികരെ തൻ്റെ രാജസദസ്സിലേക്ക് ക്ഷണിച്ചു. അങ്ങനെയാണ് 1580 ഫാദർ റുഡോൾഫ് അക്വാബിവയും മറ്റ് 2 ഈശോസഭാ വൈദികരും ഫത്തേപൂർ സിക്രിയിൽ എത്തുകയും 3 വർഷത്തോളം രാജസദസ്സിൽ ആയിരിക്കുകയും ചെയ്തു. മതസൗഹൃദവും ഇസ്ലാമിക പഠനങ്ങളുടെയും ക്രൈസ്തവ പഠനങ്ങളുടെയും മെച്ചപ്പെട്ട മനസ്സിലാക്കലുകൾക്കും ആരോഗ്യപരമായ സംവാദങ്ങൾക്കും ഇത് വേദിയായി. അവരുടെ ശാസ്ത്ര സാങ്കേതിക അറിവും പാണ്ഡിത്യവും സ്നേഹവും സൗഹൃദവും അക്ബറിനെ ആകർഷിച്ചു. സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അവർ ചോദ്യം ചെയ്തു. നമ്മുടെയൊക്കെ ജീവിതം ഒരു സാക്ഷ്യമല്ലേ? യേശുവിൻ്റെ മൂല്യങ്ങളിൽ ഉറച്ചു ജീവിക്കാനും സത്യസന്ധതയും സ്നേഹവും എന്നും ചേർത്ത് പിടിക്കാനും നമുക്ക് സാധിക്കട്ടെ.